சரி, நீங்க அன்னைக்கு ஹீரோ கிட்ட கேட்டீங்க அவங்க இப்படி இப்படி அவங்களை தூக்குறீங்க, அவங்களுக்கு எவ்வளவு வெயிட், அது ஒரு ஃபர்ஸ்ட் பாடி ஷேமிங். அது பாடி ஷேமிங். நீங்க பேசும்போது நான் உங்களை இன்டரப்ட் பண்ணல, நான் பேசுறேன், நீங்க இன்டரப்ட் பண்ணாதீங்க. നമസ്കാരം. ഒരു ജേർണലിസ്റ്റ് ആയാൽ എന്ത് വൃത്തികേടും ചോദിക്കാൻ പറ്റുമോ? ജേർണലിസം എന്ന ടാഗ് എന്ത് വൃത്തികേടും ചോദിക്കാനുള്ള ഒരു ടാഗാക്കി മാറ്റുകയാണോ? അത് നേരെ ചൊവ്വേ പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. നമസ്കാരം. നടി ഗൗരി കൃഷ്ണന് നേരെ അതേഴ്സ് എന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ ഒരു ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യമാണ്, താങ്കൾക്ക് ഭയങ്കരമായിട്ട് തടി കൂടിയല്ലോ എന്നുള്ളത്. അദ്ദേഹമാണല്ലോ തൂക്ക് കൊണ്ട് നടക്കുന്നത്. നടിയുടെ വെയിറ്റ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഇയാളാണല്ലോ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പുന്ന രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങൾ മാറുന്നതിനേക്കാൾ ഉപരി ഗൗരി അതിൽ രംഗത്തെത്തി എന്നുള്ളതാണ്. ഓൺ ദ സ്പോട്ടിലാണ് ഗൗരി മറുപടി കൊടുത്തത്. ബോഡി ഷേമിംഗ് ചെയ്യാൻ നിങ്ങൾ ആരാണ് സർ? ഇതല്ല ജേർണലിസം എന്നതും ഒരു വുമണിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതെല്ലാം ഗൗരി ചോദിക്കുകയും ചെയ്തു. സംവിധായകൻ നടനോടെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ആർട്ടിസ്റ്റിന് നേരെ ഇമാതിരി ഒരു ചോദ്യം വരുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റിയില്ലാത്തത് പോട്ടെ, ഗൗരി പ്രതികരിച്ചതിന് ശേഷം പോലും ഇതിൻ്റെ സംവിധായകൻ നടനെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതും കൂടി ആലോചിച്ച് നോക്കണം. ഒരു നടി, ആ നടി അവിടെ ഒറ്റയ്ക്കായിരുന്നു, ബാക്കി എല്ലാം പുരുഷന്മാരാണ്, ഒരൊറ്റ സ്ത്രീയാണ് ആ വേദിയിലുണ്ടായിരുന്നത്. അപ്പോൾ പോലും ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ള മാധ്യമ പ്രവർത്തകരെല്ലാവരും തന്നെ ഈ വൃത്തികെട്ട ചോദ്യത്തിന് കൈയടിക്കുകയാണ് ചെയ്തത്. ഈ വൃത്തികെട്ട ചോദ്യത്തിന് അവിടെ കൈയടിച്ച് പാസ്സാക്കി അത് ചോദ്യം ചെയ്യാമെന്ന നായികയെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടുത്തെ ആ പ്രസ് മീറ്റിൽ നടന്നത്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സ്വാഭാവികമല്ലേ? ആ വീഡിയോയിൽ എന്താണ്, എവിഡൻ്റാണ്. ഗൗരി ഒറ്റപ്പെടുകയാണ്, ചുറ്റും കൂടി നിന്ന് ആളുകൾ ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇത് സിനിമയുടെ പ്രൊമോഷൻ അല്ലേ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം. അല്ലാതെ നായികയുടെ തടിയെക്കുറിച്ചല്ല ചോദിക്കേണ്ടത്. ഗൗരി കൃത്യമായി പറയുന്നുണ്ടല്ലോ, എൻ്റെ ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടാവും, എൻ്റെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇതൊന്നും നിങ്ങളറിയാതെ എൻ്റെ തടി എൻ്റെ വെയിറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഈ ചോദ്യം ഈ നായകനോട് ചോദിക്കുമോ, അദ്ദേഹത്തിന് വെയിറ്റ് കൂടിയോ ഇല്ലയോ എന്നുള്ളത്? എന്തായാലും ഗൗരി പറഞ്ഞ ആ വാക്കുകളോട് 100% കൃത്യമായ രീതിയിൽ മറുപടി ഗൗരി കൊടുത്തിട്ടുണ്ട്. ഗൗരിക്ക് സുഖമായി ഉറങ്ങാം. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്നറിയോ, 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ അന്നേരം എന്ത് പറ്റിപ്പോയി, എന്ത് മിണ്ടാതിരുന്നതെന്നൊക്കെ ആയിരിക്കും സമൂഹ മാധ്യമങ്ങളിലെ ചിലരുടെ ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. എന്തായാലും ഇതിനുള്ള മറുപടിയായിട്ട് ചിന്മയി എന്തായാലും ഗൗരിക്ക് മറുപടിയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഗൗരിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. ചിന്മയുടെ പോസ്റ്റ് ഇതാണ്: ഗൗരി ഡിഡ് an amazing job. The moment you call out a disrespectful and an unnecessary question, a whole lot of shouting down happens. So proud that someone so young stood her ground and pushed back. No male actor gets what his weight is. No idea why they asked a female actor. എനിക്ക് തോന്നുന്നു ഈ അതേഴ്സ് എന്ന സിനിമയിൽ ഒരു ഗാനരംഗത്തിൽ ഈ നായകൻ ഗൗരി എടുത്തു പൊക്കുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് ഈ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഗൗരിയെ നിലത്തിടുന്ന ഒരു രംഗവും കൂടിയുണ്ട്. ഇതാണോ ഇതിൻ്റെ പശ്ചാത്തലം, ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യം ഇതാണ്. മൊത്തം ജേർണലിസ്റ്റ് സമൂഹത്തെ തന്നെ ഒരുമാതിരി ആക്കുന്ന രീതിയിലേക്കാണ് ചിലരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അതും ഈ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയ ഒന്നും കുറ്റം പറയുന്നതല്ല. ഓൺലൈൻ മീഡിയയൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടെ ഇന്നത്തെ സമൂഹത്തിൽ ഭരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ റീച്ച് ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിനൊരു അതിർവരമ്പ് താണ്ടുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കൃത്യമായ ബോഡി ഷേമിങ് നടത്തിയിട്ട് ആ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഒരു ബോഡി ഷേമിങ് ചോദ്യം ഒരു നായികയോട് ചോദിച്ചിട്ട് കിടന്ന് ചിരിക്കുക. അതായത് ഞാൻ എന്തോ ഒരു മഹത്തായ ചോദ്യം ചോദിച്ചു, ഇത് എല്ലാവർക്കും ചിരി പടർത്തിയ നിമിഷമായി എൻ്റെ ചോദ്യം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെവലും ഇല്ലാത്ത രീതിയിലുള്ളൊരു തേർഡ് റേറ്റ് ജേർണലിസം കളിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ കൂടിയാണ് ഗൗരി കഴിഞ്ഞ ദിവസം നേരിട്ടത്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കയ്യടികൾ കൊടുക്കേണ്ടത് ഗൗരിക്ക് തന്നെയാണ്. ഗൗരി കൃത്യമായ രീതിയിൽ ഷീ സ്റ്റുഡ് സ്റ്റാൾ. മറുപടി കൊടുക്കേണ്ട രീതിയിൽ തന്നെ മറുപടി കൊടുത്തതിനേക്കാൾ ഉപരി നാളെ ഒരു നായികയുടെ മുഖത്ത് നോക്കിയോ ആരുടെയോ നായകൻ്റെ മുഖത്ത് നോക്കിയോ അല്ലെങ്കിൽ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ പോലും ഇമാതിരി വെയിറ്റ് കൂടിയോ വെയിറ്റ് കുറഞ്ഞോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ജേർണലിസം ടാഗ് വെച്ചുകൊണ്ട് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൃത്തികേടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടാഗുകൾ മാറുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം 2025 എന്നും ഈ തടി കൂടിയോ വെയിറ്റ് കുറഞ്ഞോ കളറ് മാറിയോ കളറ് കൂടിയോ അയ്യോ ക്ഷീണിച്ചേ ഇതുമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ, അതും ഒരു പബ്ലിക് ഫോറത്തിൽ വന്നിട്ട് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കാൻ വല്ലാത്ത ഗട്ട്സും ധൈര്യമൊക്കെ വേണം. പറയാതിരിക്കാൻ വയ്യ. ആ ചോദ്യം ചോദിച്ചതിന് കരണത്തടി എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുക, ലിറ്ററലി കരണത്തടി തന്നെയാണ് ഗൗരി കൊടുത്തത്. ആൻഡ് ഗൗരിയുടെ ഒപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയ ഒട്ടാകെ തന്നെ നിൽക്കുന്നത്. ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ജേർണലിസ്റ്റുകളെ ആദ്യം പിടിച്ച് പുറത്താക്കും. ആദ്യം അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം അയാൾ അവിടെ പിടിച്ച് പുറത്താക്കണം എന്നുള്ളതായിരുന്നു. അയാൾ ഇനി ആ പ്രസ് മീറ്റിൽ തുടരാൻ യോഗ്യതയില്ലാത്തതിനേക്കാൾ ഉപരി ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും എത്തി എന്നുള്ളതാണ് വാസ്തവം. എന്താല്ലേ, എന്ത് വൃത്തികേട് കാണിച്ചാൽ പോലും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ളൊരു ധൈര്യവും ആവേശവും കൂടുമെന്നൊക്കെ പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. സോ ഗൗരി പറഞ്ഞതിനോട് തന്നെയാണ് യോജിപ്പ് എന്ന കാര്യത്തിൽ ഇവിടെ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഗൗരി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നില്ല.
ഗൗരിയുടെ നിലപാട് അത് അന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ സ്പോട്ടിൽ കൊടുത്ത മറുപടിയെ എത്രമാത്രം നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി.